നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സമൂഹ അവഗണനയോടെ കണ്ടിരുന്ന ചുമട്ടുതൊഴിലാളികളെ സംരക്ഷിക്കാനും സമൂഹത്തോടൊപ്പം നിൽക്കാൻ പ്രാപ്തരാകുകയെന്ന ലക്ഷ്യത്തോടെയുമാണ് 1978 അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ചുമട്ടുതൊഴിലാളി നിയമം കൊണ്ടുവന്നതിലൂടെ ശ്രമിച്ചതെന്നും STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം സ്വതന്ത്ര കൊമേഴ്ഷ്യൽ ആൻഡ് ഫുഡ് കോർപ്പറേഷൻ ചുമട്ടുതൊഴിലാളി യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് 12,000 രൂപ വരെ പെൻഷൻ വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ നിലയിലേക്ക് ഉയരുവാനും സമൂഹത്തിൽ അംഗീകാരമുള്ളവരായി മാറാനും ചുമട്ടുതൊഴിലാളികൾക്ക് കഴിഞ്ഞു. കൈകളിലും ചുമലിലും 150 കിലോ തൂക്കം വരെ ചുമന്ന തൊഴിലാളികൾ ഇന്ന് 50 കിലോ മാത്രം ചുമന്നാൽ മതിയെന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് നിയമത്തിന്റെ നേട്ടമാണെന്നും കരീം ഓർമ്മപ്പെടുത്തി. 1978 പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയാണ് തൊഴിൽ വകുപ്പ് മന്ത്രി. അദ്ദേഹമാണ് ചുമട്ടുതൊഴിലാളി നിയമം എന്നൊരു നിയമം തന്നെ രാജ്യത്ത് കൊണ്ടുവന്നത്. അതൊരു നിയമമില്ല. ആ സമയം ഒരു നിയമമില്ല. കയ്യൂക്ക് കഴിഞ്ഞാൽ താലൂക്ക്. അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്താ പറയാ, കയ്യൂക്ക് കഴിഞ്ഞാൽ താലൂക്ക് എന്ന് പറഞ്ഞാൽ ലേബർ ഓഫീസറെ ചർച്ച ചെയ്യുകയോ ഒരു തീരുമാനമെടുക്കുകയോ ആ തീരുമാനത്തിന്റെ ഭാഷ കൂലി തരികയോ ചെയ്യുന്ന വ്യവസ്ഥക്ക് പുറമെ നമ്മുടെ കയ്യൂക്കോട് കൂടി കിട്ടാവുന്നത് പിടിച്ചു വാങ്ങുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം. അതാണ് കയ്യൂക്ക് കഴിഞ്ഞ താലൂക്ക്. പിന്നീട് 1978 ചുമട്ടുതൊഴിലാളി നിയമം വന്നപ്പോഴാണ് താലൂക്ക് കഴിഞ്ഞിട്ട് കയ്യൂക്കായി. അപ്പോൾ 78 നിയമം വരുന്നത്. ആ നിയമം കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ചുമട്ടുതൊഴിലാളികളായ വിഭാഗത്തെ സമൂഹത്തിന്റെ മുമ്പിൽ വളരെ മോശമായ രീതിയിൽ, നിന്ദ്യമായ രീതിയിൽ ചിത്രീകരിക്കുന്ന മാധ്യമങ്ങളുടെ പ്രചരണമാണ്. ഇവരെ സമൂഹത്തോടൊപ്പം നിർത്താവുന്ന രീതിയിലേക്ക് പ്രാപ്തമാക്കിയെടുക്കാൻ എന്താ മാർഗം? അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ. PP മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞ് പന്നിയൂർ മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PP നാസർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. പുതിയ ഭാരവാഹികളായി PP മഹമ്മൂദ് പ്രസിഡന്റായും TK നൌഫൽ ജനറൽ സെക്രട്ടറിയായും T അഷ്റഫ് ട്രഷററായും K മുസ്തഫ MK റഷീദ് വൈസ് പ്രസിഡന്റുമാരായും B ഹസൻ KP ഷമീം എന്നിവരെ സെക്രട്ടറിമാരായും യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.